എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുണ്ടല്ലോ, ഇതുണ്ടോ, കുറേ കശുമാങ്ങ നിൽപ്പുണ്ട്. അത് നമുക്കൊന്ന് പറിച്ചേക്കണം. നമുക്കൊന്ന് കുലുക്കി നോക്കാം കേട്ടോ. ധാരാളം വീഴുന്നുണ്ടേ. മറ്റൊരു കമ്പയിലും ഉണ്ട് കുറച്ച്, അവിടെയും കൂടെ നമുക്കൊന്ന് കുലുക്കി നോക്കാം. നമുക്കിനി ഈ കശുമാങ്ങ ഒന്ന് പെറുക്കിയെടുക്കാം. നമുക്ക് കശുമാങ്ങയാണ് ആവശ്യം. ഉണ്ടോ, കാഷ്യൂ ആപ്പിൾ എന്ന് പറയും. ഇതൊരു കപ്പൽ മാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അടുത്തൊരു മരത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടേ. ഇനി അതൊന്ന് കുലുക്കണ്ടോ, അത് നിറയുണ്ട്. കുലുക്കി നോക്കട്ടെ. ആഹാ, മഴ പെയ്യുന്നല്ലേ വീഴുന്നത്. തല വീഴാതെ നോക്കണം. വീഴുന്നുണ്ട്, ഇഷ്ടംപോലെ വീഴുന്നുണ്ട്. അവിടെ കിടന്നു, കുട്ടി അവിടെ കിട. നമുക്കത് കശുമാങ്ങ എല്ലാം സംഭരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുകൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. നല്ല തോരൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ പനിക്കാമങ്ങ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി കാണിക്കുക. അപ്പോൾ നമ്മുടെ വിജയ് യൂട്യൂബ് ചാനലിൻ്റെ നല്ല പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നല്ല പാചകത്തിൽ തോരൻ. ആദ്യം ഇതിൻ്റെ ഒന്ന് മുറിച്ച് കളഞ്ഞേക്കുക. സെൻറ്റർ സൈഡിൽ നിന്ന് മുറിച്ച് കളയുക. ഇതിൽ കശുമാങ്ങ, കപ്പൽ മാങ്ങ എന്നൊക്കെ പറയും. പറങ്കി മാങ്ങ എന്ന് പറയും. കാഷ്യൂ ആപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് മറ്റേ പുറക്കുക. ഇത് ചെറുതായിട്ട് ഞെറുക്കണം. ഇങ്ങനെ ഇതാ കശുമാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. കാര്യമായിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞാൽ മതി, പൊക്കോളും. ഇതിൻ്റെ വെള്ളം ഒന്നാന്തരം ശീതള പാനീയമാണ്. അത് ശുദ്ധി ചെയ്തെടുക്കണം. അതിന് വേറെ വഴിയുണ്ട്. ഇതാ പിഴിഞ്ഞെടുത്തു. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് തേങ്ങായ, പച്ചമുളക്, ചെറിയ ഉള്ളി, അത് ചതച്ചെടുക്കണം. കുറച്ച് മഞ്ഞളും ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കിടാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി
എല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഇതിനകത്ത് യോജിപ്പിച്ച് വെക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കണം. ഉപ്പ് നീരാണ് ഒഴിച്ചിരിക്കുന്നത്. ശരിക്കും ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കൊന്ന് പാചകം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പാചകം ചെയ്യാം. സ്റ്റൗ ഒന്ന് കത്തിച്ചെടുക്കാം. ചട്ടി എടുത്ത് വെക്കട്ടെ. ചട്ടി ചൂടാട്ടെ. ചട്ടി ചൂടാറുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് വേണം അതുകൊണ്ട് പണിക്ക് വാങ്ങാൻ ഇടാൻ. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് കുറച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക് എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറിഞ്ഞാവൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തട്ടിപ്പത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തീ കുറച്ച് വെക്കാം. ഇതാ നമ്മുടെ കശുമാങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കിടന്ന് ഒഴിച്ച് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫാക്കാം. കശുമാങ്ങ തോരൻ റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റ് നോക്കണ്ടേ? അടിപൊളി കേട്ടോ. കൂണ് തോരൻ്റെ ടേസ്റ്റാണ്. നല്ല രസമുണ്ട്. എല്ലാവരും ഇപ്പോൾ കശുമാങ്ങ സീസണാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിജയ്.